ചിത്തിരയുടെ അവസാനത്തെ 2 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 3 പാദങ്ങളും അടങ്ങിയിട്ടുള്ള തുലാക്കൂറിൽ ജനിച്ചവരുടെ രാഹുകേതു മാറ്റ ഫലങ്ങളെ നോക്കാം. 2025 മെയ് 18 തീയതി രാഹു 5ാം ഭാവത്തിലേക്ക് മാറുന്നത് ദോഷഫലങ്ങളെയും ചെലവുകളെ സൂചിപ്പിക്കുന്ന 12-ൽ നിന്ന് ലാഭസ്ഥാനമായ 11-ലേക്കുള്ള കേതുവിൻ്റെ മാറ്റം അനുകൂല ഫലങ്ങളെയുമാണ് തുലാക്കൂറുകാർക്ക് നൽകാൻ പോകുന്നത്. 5-ൽ രാഹു സഞ്ചരിക്കുന്നത് ദോഷം ചെയ്യുമെന്ന് പറഞ്ഞെങ്കിലും ശുഭഗ്രഹമായ വ്യാഴം രാഹുവിനെ ദൃഷ്ടി ചെയ്യുന്നതിനാൽ ദോഷഫലങ്ങൾ കുറയുന്നതാണ്. കുടുംബത്തിലുള്ളവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇനി കുറയും. സുഹൃത്തുക്കളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കും. ആത്മീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ അവസരമുണ്ടാകും. ഏറ്റെടുക്കുന്ന ഉദ്യമങ്ങളിൽ വിജയം നേടാനും സാധിക്കും. ദീർഘകാല സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന അലസത നീങ്ങും. മത്സര പരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാൻ സാധിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിനായുള്ള ശ്രമങ്ങൾക്ക് മാതാപിതാക്കളുടെ പിന്തുണ ഉണ്ടാകും. പഠനശേഷം ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കും. ജോലിയിലുള്ളവർക്ക് സ്ഥാനക്കയറ്റവും ഉണ്ടാകും. ജോലിസ്ഥലത്ത് ഇതുവരെ ഉണ്ടായിരുന്ന പ്രതിസന്ധികൾ മാറും. മേലുദ്യോഗസ്ഥരുടെ പിന്തുണയും സഹപ്രവർത്തകരുടെ സഹകരണവും ലഭിക്കുന്നതിനാൽ മനസമാധാനത്തോടെ ജോലി ചെയ്യാനും കൃത്യസമയത്ത് ജോലികൾ പൂർത്തിയാക്കാനും സാധിക്കും. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് ലാഭം അധികരിക്കും. തൊഴിൽപരമായ പ്രതിസന്ധികൾ മാറി പുരോഗതി ഉണ്ടാകും. സർക്കാർ മുഖേന സഹായം ലഭിക്കും. കേസുകളിൽ അനുകൂലമായ വിധിയുണ്ടാകും. യാത്രകൾ ഗുണം ചെയ്യും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. കടങ്ങളുള്ളവർക്ക് അതിൽ നിന്നും മോചനം നേടാൻ സാധിക്കും. പൊതുപ്രവർത്തകരുടെ പേരും പ്രശസ്തിയും അധികരിക്കുന്ന കാലമാണിത്. കർഷകരുടെ സാമ്പത്തിക നില മെച്ചപ്പെടും. ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. സ്ഥലം വാങ്ങുവാനും യോഗമുണ്ടാകും. കലാകാരന്മാർക്ക് നിരവധി അവസരങ്ങൾ ലഭിക്കുന്ന സമയമാണിത്. അങ്ങനെ ലഭിക്കുന്ന അവസരങ്ങളിൽ നിങ്ങളുടെ കഴിവുകളെ പ്രകടിപ്പിക്കാൻ സാധിച്ചാൽ പേരും പ്രശസ്തിയും നേടാൻ സാധിക്കുന്നതാണ്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഇനി മാറും. കുടുംബത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ നിരവധി ഉണ്ടാകും. മറ്റുള്ളവർക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ സാധിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ മാറുന്നതോടെ ചികിത്സാ ചെലവുകളും കുറയും. ഏത് കാര്യത്തിലും ഊർജ്ജസ്വലതയോടെയും ധൈര്യത്തോടെയും പ്രവർത്തിക്കാനും സാധിക്കും. മൊത്തത്തിൽ നോക്കുമ്പോൾ വരാൻ പോകുന്ന രാഹുകേതു മാറ്റം തുലാക്കൂറുകാർക്ക് മികച്ച ഫലങ്ങളെ നൽകുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുലാക്കൂറിൽ ജനിച്ചവരുടെ രാഹുകേതു മാറ്റ ഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ വൃശ്ചികക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.